വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റിലും യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കേരളം തീരുമാനിച്ചു കഴിഞ്ഞതായി ഫോർവേഡ് ബ്ലോക്ക്. കേരള ജനതയുടെ രാഷ്ട്രീയ തീരുമാനത്തെ കള്ളപ്രചാരണം കൊണ്ട് തകർക്കാനാവില്ല. യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഫെബ്രുവരി 23 മുതൽ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ജനകീയ പാർലമെന്റുകൾ നടക്കും. ഇന്ത്യ എന്ന് ആവശ്യപ്പെടുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രധാന മതനിരപേക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ വിജയമാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും ഫോർവേഡ് ബ്ലോക്ക്. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫിനെ വിജയിപ്പിക്കുക എന്നത് ജനങ്ങളുടെ കടമയാണെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് മുക്ത കേരളം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അതിനായി LDFിനെ കൂട്ടുപിടിക്കാനും BJPക്ക് മടിയില്ലെന്നും അവർ ആരോപിച്ചു. വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിനെ ഈ സാഹചര്യത്തിൽ ദുർബലപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരർത്ഥത്തിൽ ഫാസിസ്റ്റ് ശക്തികളെ സഹായിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരു എന്തൊക്കെ കാരണങ്ങൾ ആർക്കൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ഈ കോൺഗ്രസ് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ അവർ BJP ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് മുക്ത ഭാരതവും അതുപോലെ തന്നെ കോൺഗ്രസ് മുക്ത കേരളവും. അപ്പോൾ കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഇതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയമായ കടമയാണ് എല്ലാ രാഷ്ട്രീയ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും എല്ലാം ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു രാഷ്ട്രീയം ജനകീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെ മാറ്റുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വിജയത്തിനായി ഫെബ്രുവരി 23 മുതൽ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ നേതാജി ജനകീയ പാർലമെന്റ് സംഘടിപ്പിക്കും. വിവിധയിടങ്ങളിലായി നടത്തുന്ന പരിപാടിയിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി G. ദേവരാജൻ, UDF നേതാക്കൾ എന്നിവർ പങ്കെടുക്കുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് മൈനകപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.